രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര തെളിവുകളുമായി കോടതിയിൽ പോലീസിന്റെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ബലാത്സംഗത്തിനും ഗർഭഛിദ്രത്തിനും തെളിവുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദം. പൊതുജീവിതം നശിപ്പിക്കാൻ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള പരാതി എന്നാണ് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതിയിലൊക്കെ വാദം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. എന്താണ് ഇനി അടുത്ത നിമിഷം നമ്മൾ കാത്തിരിക്കുന്ന വിധി? ഇന്ന് തന്നെ, ഈ ദിവസം തന്നെ ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം. വളരെ ആശ്ചര്യത്തോടുകൂടി കേരളം കാത്തിരിക്കുന്ന ഒരു വിധിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്ന സമയമാണ്. കോടതിയിലേക്ക് ഈ വിഷയം എത്തുമ്പോൾ എങ്ങനെ ഗൗരവത്തോടുകൂടി കോടതി ഈ വിഷയത്തെ ഇന്ന് കാണുകയും എന്ത് നിലപാട് കോടതിയിൽ നിന്നും ഉണ്ടാകുമെന്ന് നമുക്ക് അടുത്ത നിമിഷം അറിയാൻ കഴിയും. ആർ അനന്തകൃഷ്ണൻ എന്നോടൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, ആദ്യം ഈ വാദങ്ങൾ സംബന്ധിച്ച് എന്തൊക്കെ കാമ്പുള്ള കഴമ്പുള്ള വാദങ്ങളാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുണ്ടായത്? പ്രജീഷ്, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കുമ്പോൾ ശക്തമായ വാദപ്രതിവാദങ്ങളാണ് നടന്നത്. കാരണം ഏതാണ്ട് 1 മണിക്കൂറിലധികം ഇതിൻ്റെ നടപടികൾ പൂർത്തിയാക്കാൻ എടുത്തു. വാദപ്രതിവാദങ്ങൾ ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച തെളിവുകൾ, അത് ഡിജിറ്റൽ തെളിവുകൾ, അതും കോടതി പരിശോധിച്ചെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടച്ചിട്ട കോടതി മുറിക്കുള്ളിലാണ് വാദപ്രതിവാദങ്ങൾ നടന്നത്. അതിൽ ചില പ്രോസിക്യൂഷനുമായിട്ട് ബന്ധപ്പെടുമ്പോഴും പ്രതിഭാഗം അഭിഭാഷകനുമായി ബന്ധപ്പെടുമ്പോഴും ഒക്കെ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് പ്രതിഭാഗം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വാദം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസ് കെട്ടിച്ചമച്ചതാണ്. അത് രാഷ്ട്രീയ പ്രേരിതമാണ്. അത് CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞ കേസാണ്. നേരത്തെ ഈ കേസ് വന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചതാണ്. അതിനകത്ത് ക്രൈംബ്രാഞ്ച് ഒന്നും കണ്ടെത്തിയിട്ടില്ല. മാത്രമല്ല പരാതിക്കാരി പരാതിയുമായി രംഗത്ത് വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ പരാതി വന്നതിന് പിന്നിൽ രാഷ്ട്രീയ പ്രേരിതമാണ്. നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. അത് കൂടാതെ ചില കുറച്ചുകൂടി ഗോപ്യമായ രീതിയിലുള്ള കാര്യങ്ങൾ, അതായത് ഈ ചാറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പറഞ്ഞു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. പക്ഷേ പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ ആ വാദത്തെ എല്ലാം എതിർത്തിട്ടുണ്ട്. കാരണം ഈ കേസ് രജിസ്റ്റർ ആയതിനു ശേഷം, കേസ് രജിസ്റ്റർ ആവുന്നതിന് മുൻപ് തന്നെ പ്രതി ഒളിവിൽ പോയി എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നത്. അതുതന്നെ കുറ്റവാളിയുടെ സ്വഭാവമാണ്. നിരന്തരം ഈ കുറ്റം ആവർത്തിക്കുന്ന ഒരാളാണ് എന്നുള്ളത് ഇതിനകം തന്നെ വ്യക്തമായിട്ടുണ്ട്. പലതിലും കേസ് എടുക്കാൻ പറ്റാത്തത് മൊഴികൾ വരാത്തതുകൊണ്ട്, ആ മൊഴികൾ വരാത്തത് തന്നെ ഈ സമൂഹ മാധ്യമങ്ങളിലെ അക്രമങ്ങളൊക്കെ ഭയന്നിട്ടാണ്, പലരും ഐഡന്റിറ്റി പുറത്തു വരുന്നൊക്കെ ഭയന്നിട്ടാണ്. പക്ഷേ പരാതിക്കാർ ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചത്. നമുക്കറിയാം, സാധാരണ ഇത്തരം കേസുകളിൽ ഒരു മെറിറ്റിലേക്ക് എന്തായാലും അങ്ങനെ പോകാൻ കോടതി കഴിയണം. ഇതൊരു മുൻകൂർ ജാമ്യ ഹർജിയാണ്. അപ്പോൾ കോടതിക്ക് അതിൻ്റെതായിട്ടുള്ള എന്താണ്, അദ്ദേഹത്തെ കസ്റ്റഡിയിൽ ഇൻറ്ററഗേഷന് ഈ വ്യക്തിയെ വിടേണ്ടതുണ്ടോ, കസ്റ്റഡിയിലേക്ക് പോലീസ് കസ്റ്റഡിയിലടക്കം നാളെ വിടേണ്ടത് എന്നടക്കം സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ സമാനമായ ഇത്തരം കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ മുൻപും ഒരുപാട് തവണ നമ്മൾ പല കേസുകളിൽ കണ്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നിയമവൃത്തങ്ങളിൽ എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഇത് കോടതി ഈ കേസ് ഇഴകീറി പരിശോധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ഒരാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് വിടേണ്ടുന്ന, പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധിയെ ജയിലിലേക്ക് വിടേണ്ടുന്ന ഒരു അതാണ് നിലവിലുള്ള സാഹചര്യം. അങ്ങനെ വേണമോ വേണ്ടയോ എന്നുള്ളതാണ് കോടതിക്ക് മുന്നിലുള്ള കാര്യം. കാരണം ഒരു അറസ്റ്റ് എന്ന് പറയുമ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിരിക്കുന്ന കുറ്റം, അത് FIR-ൽ പറഞ്ഞിരിക്കുന്ന കാര്യം, അതിനുശേഷം ഒരു പോലീസ് റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള കാര്യങ്ങളും കോടതി പരിഗണിക്കും. അപ്പോൾ ഈ പ്രതിയുടെ അറസ്റ്റ് ഒഴിവാക്കാൻ പറ്റാത്തതാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളും. അതല്ല, ഈ പറയുന്ന രാഹുലിൻ്റെ വാദത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് കോടതിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒരു ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്യും. നേരത്തെ അങ്ങനെ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലൊക്കെ കോടതി മുൻകൂർ ജാമ്യം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ആ എൽദോസ് കുന്നപ്പള്ളിക്ക് ഒരു ദിവസം പോലും ആ കേസിൽ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടില്ല. കാരണം കോടതിയുടെ ഉപാധികൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ അന്വേഷണത്തോട് സഹകരിക്കുകയും തെളിവെടുപ്പടക്കം പൂർത്തിയാക്കുകയുമായിരുന്നു. സമാനമായ രീതി ഈ കേസിൽ വരുമോ? അതല്ല, ഇനി സെഷൻസ് കോടതി തള്ളിയാൽ അത് സ്വാഭാവികമായിട്ടും ഹൈക്കോടതിയിലേക്ക് പോകാം. സമയം നമുക്കൊരു പക്ഷേ കാത്തിരിക്കേണ്ടി വരില്ല. അപ്പം ഈ രണ്ടാമത്തെ ഒരു കേസ്, രണ്ടാമത് വരുന്ന വളരെ ഗൗരവമുള്ള ആ പരാതി കൂടി ഈ SITക്ക് കൈമാറുന്നുള്ള, അപ്പോൾ ആ കേസിന്റെ ഭാവി എന്തായിരിക്കാം? മാത്രമല്ല, നിലവിലൊരു പരാതിക്കാരിയെ കുറിച്ച് നമുക്ക് നമ്മുടെ മുന്നിൽ ഒരു ഐഡന്റിറ്റി, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ എന്ന് പറയുമ്പോൾ പോലീസിന് മുന്നിൽ അത് കണ്ടെത്തുക എന്നത് വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ എത്രത്തോളം ചലഞ്ച്, വെല്ലുവിളി ഈ രണ്ടാമത്തെ കേസിലുണ്ട്? രണ്ടാമത്തെ കേസ് SITക്ക് കൈമാറുമ്പോൾ SITയുടെ അടുത്ത നീക്കം എന്താണ്? ഇന്നലെ വൈകുന്നേരമാണ് ഈ പരാതി പുറത്തു വരുന്നത്. പരാതി KPCC പ്രസിഡന്റിനും ഹൈക്കമാൻഡിനുമാണ് പരാതി ലഭിച്ചത്. അതിനെ തുടർന്ന് മാധ്യമങ്ങളിലേക്കും ആ പരാതിയുടെ കോപ്പികൾ എത്തുകയായിരുന്നു. ആ കോപ്പിയിൽ പരാതിക്കാരിയുടെ പേരോ ഐഡന്റിറ്റിയോ ഇല്ല. പക്ഷേ ഹീനമായൊരു കുറ്റകൃത്യത്തിൻ്റെ വിവരണമാണ് ആ പരാതിയിലുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതിനകത്ത് ആ പരാതിക്കാരി ആ കത്തിൽ തന്നെ എഴുതിയിരുന്നു, എൻ്റെ കാര്യങ്ങൾ, വിശദാംശങ്ങൾ ക്രൈംബ്രാഞ്ചിന് അറിയാമെന്നുള്ളത്. അപ്പോൾ നമ്മളത് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്, നേരത്തെ ഒരു ശബ്ദരേഖ പുറത്തു വന്നിരുന്നു. അത് ഈ പരാതിക്കാരുടേതായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതിനുശേഷമാണ്
ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്ന യുവതിയുടെ ശബ്ദരേഖയും പുറത്തു വരുന്നത്. തുടർന്നാണ് ഒരു ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ആ ക്രൈംബ്രാഞ്ചിൻ്റെ സംഘം അന്ന് ഈ ശബ്ദരേഖ വന്നു, ആൾക്കാരെ എല്ലാം പോയി കണ്ടിരുന്നു, ഈ പെൺകുട്ടിയെയും കണ്ടിരുന്നു. അപ്പോൾ അവരന്ന് പറഞ്ഞത് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, തനിക്കെതിരെ കുറ്റകൃത്യം നടന്നിട്ടുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ ഇര വില്ലിംഗ് ആവാൻ മൊഴി നൽകാൻ വില്ലിംഗ് ആവാനുള്ള സാധ്യത അതാണ് പറയുന്നത്. അപ്പോൾ അന്ന് അവർ മൊഴി നൽകാൻ തയ്യാറായിരുന്നില്ല. കാരണം അവർക്ക് ഐഡന്റിറ്റി പുറത്തു വരുമെന്നുള്ള ഭയമുണ്ടായിരുന്നു, അതിൻ്റെ നിയമ നടപടികളിൽ ഭയമുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ പൊടുന്നനെ ആ പരാതിയിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഈ മറ്റു പരാതികൾ വന്നതുകൊണ്ട് ആണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളത്. നിലവിൽ ക്രൈംബ്രാഞ്ചുമായി ബന്ധപ്പെടുമ്പോഴോ അല്ലെങ്കിൽ SITയുമായി ബന്ധപ്പെടുമ്പോഴോ അവർ ഇതുവരെ മൊഴി നൽകാൻ തയ്യാറാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. പക്ഷേ ഈ പരാതി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവിക്കാണ്. അത് KPCC പ്രസിഡന്റ് ഫോർവേഡ് ചെയ്തിരിക്കുകയാണ്. ആ പരാതിയാണ് DGP അത് SITക്ക് കൈമാറിയിരിക്കുന്നത്. ഇന്നലെ ഞാൻ DGPയായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ പരാതിയിൽ ഐഡന്റിറ്റി ഒന്നുമില്ല, ഒരു പരാതിയാണ്, അത് ഞങ്ങൾ പരിശോധിക്കും, അതിൻ്റെ നിയമവ്യവസ്ഥ നോക്കും. ഇപ്പോൾ നമ്മൾ പോലീസുമായിട്ട് ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പെൺകുട്ടി മൊഴി നൽകാൻ തയ്യാറാണ് എങ്കിൽ എവിടെയാണോ എത്തേണ്ടത്, ബാംഗ്ലൂരിലാണ് അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തിരുവനന്തപുരത്താണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിൽ എവിടെയാണെങ്കിലും ഉടൻ തന്നെ അവിടേക്ക് പോലീസ് എത്തി അവരുടെ മൊഴി രേഖപ്പെടുത്തും. അതല്ലെങ്കിൽ അവർക്ക് രേഖാമൂലം അവരുടെ ഒരു പരാതിയായിട്ട് സമർപ്പിക്കാം. അതല്ലെങ്കിൽ ഒരു സാധ്യത കൂടി തേടുന്നത് ഇപ്പോൾ KPCC പ്രസിഡന്റിനെ വാദിയാക്കി വേണമെങ്കിൽ FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണത്തിലേക്ക് പോകാം. അപ്പോൾ അത് ഗൗരവമായിട്ട് തന്നെയാണ് പോലീസ് പരിഗണിക്കുന്നത്. കാരണം അത്രയും ഗൗരവമായ കുറ്റകൃത്യം അതിനകത്ത് വെളിവാക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം കൂടി, ഒരു ആദ്യത്തെ പരാതിയും രണ്ടുകൂടെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ വളരെ ഗ്രേവ് ഒഫൻസ്, അതായത് പറയുന്നതും അതിൽ ഈ പറയുന്ന ഇമെയിലിലെ ഓരോ വാചകങ്ങളാണെങ്കിൽ കുറച്ചുകൂടി അതിൻ്റെ ഗ്രാവിറ്റി കൂടിയാണ് രണ്ടാമത്തെ കേസിൽ, അല്ലേ? തീർച്ചയായിട്ടും അതിനകത്ത് ഒരു കൺഫ്യൂഷനും അതിനകത്ത് ഇല്ല. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധത്തിന് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു വഴിയും ഇല്ലാത്ത ഒരു പരാതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം അത് ഗുരുതരമായ കുറ്റകൃത്യം അതിനകത്തുണ്ട് എന്നുള്ള കാര്യം നമുക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഇനി ആ മൊഴി കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ കുരുക്കായി മാറുന്ന ഒരു പരാതിയാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റ് ചില പരാതികൾ കൂടി വരാനുള്ള സാധ്യതകൾ അത് പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ നമുക്ക് അനൗദ്യോഗികം മനസ്സിലാകുന്നത് പലരും ബന്ധപ്പെടുന്നുണ്ട് SIT എന്നുള്ളതാണ്.